ദാ ഈ നടന്നു പോകുന്നത് ദുബായ് മാളിലേക്കാണ്. പോകുന്ന വഴിക്ക് ബുർജ് ഖലീഫിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. മെട്രോ ഇറങ്ങി ഒരുപാട് ദൂരം നടന്നാലാണ് നമ്മൾ മാളിൻ്റെ അകത്തെത്തുക. പൊതുവേ മാളുകളിലുള്ള പോലത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. എനിക്ക് അവിടെ കണ്ടതിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ലൈറ്റ്സും അതുപോലെ തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സാണ് ഏറ്റവും എന്താ പറയുക ഭംഗിയുള്ളത്. അവരൊരു ഡിഫറെൻറ്റ് തീമിൽ മീൻസ് എല്ലാം ഓരോ ഡിഫറെൻറ്റ് തീമിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊരു റെസ്റ്റോറൻറ്റ് കണ്ടാലും ആ ആംബിയൻസിലൊന്ന് ഇരുന്ന് ഫുഡ് കഴിക്കാൻ തോന്നുന്ന തരത്തിലാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഉള്ളത്. അതുപോലെ തന്നെ മാളിൻ്റെ പല പാർട്സിലായിട്ട് ഇതുപോലെയുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ദുബായ് മാൾ നടന്ന് കണ്ടു തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാളാണ്. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം കവർ ചെയ്തോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഈ നടന്നു പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതാണ് അതിൻ്റെ ഇൻസൈഡ് വ്യൂ. അതിൻ്റെ പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യം കരുതിയത് ഈ കാണുന്ന ഡിനോസറിൻ്റെ ഫോസിൽ ഒറിജിനൽ അല്ല എന്നാണ്. പക്ഷേ അതിൻ്റെ താഴെയായിട്ട് അവർ ഹിസ്റ്ററിയും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻക്ലൂഡിങ് സ്കേറ്റിംഗ്. അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന തരത്തിലൊരു അക്വേറിയം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്ത് അണ്ടർ വാട്ടർ ടണലും പെൻഗ്വിൻസും ഒക്കെ അവർ പറയുന്നുണ്ട്. അങ്ങോട്ടേക്കുള്ള എൻട്രിക്ക് എക്സ്ട്രാ ടിക്കറ്റ് വേണം.